മുത്തുമണി സാർ ഇതൊരു വീടാണ്. അതായത് 3 കുട്ടികൾ, ഒരമ്മ, ഒരു ചേച്ചി, ഒരമ്മൂമ്മ, 6 ആൾ താമസിക്കുന്ന ഒരു വീട്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പോവാ. അതായത് ഇതിപ്പോൾ ഇത് കിച്ചണാണ്. ഇതിവിടെ ലൈറ്റ് ഇല്ല. ഇത് കിച്ചണാണ്, അത് കട്ടിലാണ്. ഫുഡ് ഉണ്ടാക്കലും ഇവിടെ തന്നെയാണ്, കെടുക്കലും ഇവിടെ തന്നെയാണ്. പക്ഷേ ഇത് അളമാറ. അത് കാണിച്ചെടുത്തപ്പോൾ ഇത് അളമാറയാണ്. അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതിലാണ്. ഇങ്ങനെയൊരു സെറ്റപ്പിലുള്ള ഒരു കിടിലം വീട്. ഇത് കാണുന്നുണ്ടോ ബാപ്പു? ക്ലിയർ ഉണ്ടാ? ഇതാണ് അവസ്ഥ. 6 പേര് താമസിക്കുന്ന ഒരു വീട്. എങ്ങനെ ഉണ്ടാവും? പൊളിക്കൂലേ? സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല, വേറെ മോഡലായിരുന്നു. തൽക്കാലം ഇപ്പോൾ ഇതിങ്ങനെ മാറ്റിയതാണ്. ഇതിന് മുമ്പ് ഇതിൻ്റെ ബാക്കിൽ വേറെ രീതിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. നമ്മുടെ യാർനഗർ പഞ്ചായത്തിലെ ഇരുമ്പുംചോല എന്ന് പറയുന്ന സ്ഥലത്തുള്ള AUP ഹൈസ്കൂൾ UP സ്കൂളിലെ 3 കുട്ടികൾ സ്കൂളിലേക്ക് നേരം വൈകി വരുന്നു. ഹോംവർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കറക്റ്റ് സമയത്ത് സ്കൂളിൽ വരില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ ടീച്ചർ ഒന്ന് അന്വേഷിച്ചതാണ് എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ടീച്ചർ ഇവിടെ വന്ന് നോക്കിയപ്പം ഇതാണ് അവസ്ഥ. ഈ ഒരു ഷെഡിലാണ് അവർ, ഇതല്ല കേട്ടോ ഷെഡ്, ഇതിപ്പോൾ മാറ്റി കെട്ടിയതാണ്. അതിന് കാരണം ഞാൻ പറയാം. അപ്പോൾ ഇതിന് മുന്നേ വേറെ ഷെഡായിരുന്നു. അപ്പോൾ ആ ഷെഡിലായിരുന്നു താമസവരെല്ലാവരും കൂടിയും. അപ്പം ആ ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് ഈ വരാൻ പറ്റാത്തതും ഈ വർക്കുകൾ ചെയ്യാത്തതും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചർ വന്ന് ഈ സാഹചര്യങ്ങളൊക്കെ കണ്ട് അവരെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നമ്മളെ സ്കൂളിൽ പോയിട്ട് സംസാരിച്ച് PTA അതേപോലെ പിന്നെ മാഷുമാർ, സ്റ്റുഡൻസ് ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വീട് ഇപ്പോൾ നല്ലൊരു നിലയിൽ തേപ്പൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറച്ച് ആളുകളുടെ, നല്ല മനസ്സുള്ള കുറച്ച് ആളുകളുടെ ചെറിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ സഹായം ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ആ വീട്. ആ വീടിൻ്റെ തേപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇവർ താമസിക്കുന്ന ഇവിടെ കേട്ടോ. മഴയൊക്കെ വരുന്ന സമയത്ത് ഇതിലേക്ക് കയറി താമസിക്കുന്ന അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. 700 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ഹാള്, അതേപോലെ 2 റൂം. ഇവർ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കയറിയിട്ടാണ് കെടുക്കൽ. വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് കെടുക്കാൻ വേറെ സ്ഥലമില്ല. ആ ഷെഡിൽ ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ, അതിനെക്കാട്ടി സുഖം ഇവിടെ പായി നിർത്തി കെടുക്കുന്നതാണല്ലോ. അങ്ങനെ കെടുക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിന് ഇപ്പോഴത്തെ ഒരവസ്ഥ. തേപ്പ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വയറിങ്ങിൻ്റെ വർക്കുണ്ട്. അടിയിൽ ഫ്ലോർ ഇടാനുണ്ട്. അതേപോലെ വാതിൽക്കട്ടിൽ, ജനൽക്കട്ടിൽ ഇടാനുണ്ട്. അതേപോലെ ഈ വീട്ടിലേക്ക് ഫർണിച്ചറായിട്ട് ഒരു സാധനമില്ല. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം. ഇതിലേക്ക് ഇവരെ താമസം മാറ്റിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് സ്കൂളുകളിൽ ടീച്ചേഴ്സും കുട്ടികളൊക്കെ തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ ആ കണക്ഷൻസിൻ്റെ ഭാഗമായിട്ടാണ് ആ ടീച്ചറെ ആ കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവിടെ വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീടായത്. അപ്പോൾ 2 ആളെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ സ്കൂളിലെ HM ആൻഡ് PTA പ്രസിഡൻറ്റ് അല്ലേ, വൈസ് പ്രസിഡന്റ്. ഓക്കെ, അപ്പം ഇവർക്ക് പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കാം. എന്താണ് HMന് പറയാനുള്ളത്? ഈ വീടിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കുട്ടികളും ടീച്ചറുമായിട്ടൊക്കെയുള്ള ബന്ധം. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 കുട്ടികളാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അവർക്കൊരു വലിയ പ്രയാസമായി. കാരണം പിന്നെ നമ്മളൊക്കെ വലിയ സൗകര്യങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്വന്തമായൊരു വീട് കൂര ഇല്ലാതെ കുട്ടികൾ കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരത് ഓഫീസിൽ അറിയിച്ചു. HMനെയും മറ്റ് സ്റ്റാഫിനെയും ഒക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കാൻ കഴിയുക എന്ന് അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായും അധ്യാപകർ കൂടിയിരുന്ന് അത് പിന്നെ നമുക്ക് പരിഹരിക്കേണ്ടതാണ്. കാരണം കുട്ടികൾ നമ്മുടേത് കൂടിയാണല്ലോ. ആ അർത്ഥത്തിൽ നമ്മളൊരു വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് PTA ഈ ഒരു പിന്നെ സംഗതി വെച്ചു, ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട്. അപ്പൊ PTA അത് കേട്ടപാടെ വലിയ സന്തോഷപൂർവ്വം ഇതിന്റെ പ്രസിഡന്റ് റഷീദ് സമ്പകത്ത് അദ്ദേഹമൊക്കെ വളരെ ആവേശപൂർവ്വം, അതുപോലെ തന്നെ അൻലൽ, വൈസ് പ്രസിഡന്റ് അൻലലും ഒക്കെ അത് എന്തായാലും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും വീട് നിർമ്മാണത്തിന് PTA അധ്യാപകരെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ നിന്ന് അവർക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു കളക്ഷനൊക്കെ ശേഖരിച്ചു. അധ്യാപകരും അവരുടെ ശമ്പളത്തിൽ നിന്നൊരു വിഹിതം നൽകി. അങ്ങനെ എല്ലാം കൂടി സ്വരുക്കൂട്ടിയ പണം കൊണ്ടാണ് നമ്മൾ വീട് ഏകദേശം ഇത്രയും എത്തിച്ചിട്ടുള്ളത്. അതായത് ഈ കളക്ട് ചെയ്ത ഫണ്ട് കൊണ്ട് വീട് ഇത്ര ആക്കാനേ കഴിഞ്ഞുള്ളൂ. പക്ഷെ മാത്രല്ല ഈ ഒരു അവസ്ഥയിൽ ഇത് വിട്ടേച്ച് പോകാനും നമുക്ക് കഴിയില്ല. കാരണം ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ, അതിന്റെ എല്ലാ സംഗതികളും പൂർത്തിയാക്കണമല്ലോ. അങ്ങനെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിലുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങളുടെ അന്വേഷണത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ തുണീസ ഇത് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വീടിന്റെ
അടിയിടാണ്ട് ടൈൽസ് ആവശ്യമുണ്ട്. അതേപോലെ വിൻഡോകൾ, ഇപ്പോൾ ജനലിൽ പൊളി ആവശ്യമുണ്ട്, ഡോറുകൾ ആവശ്യമുണ്ട്. ചെറുമട്ടത്തിലൊക്കെ ഒരു പെയിൻ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവാം. പിന്നെ അതേപോലെ ഈ വീട്ടിലേക്ക് ഇവരെ താമസം മാറ്റണമെങ്കിൽ ഒരു ബെഞ്ച് പോലും ഇവിടെ ഇല്ല, കുറച്ച് ഫർണിച്ചറിൻ്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ തരാൻ പറ്റുന്ന നല്ല മനസ്സിന് ഉടമകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്, മാഷ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഒരു സഹായം നമ്മളെ ഈ വീഡിയോയിലൂടെ ഇവർക്ക് ഉണ്ടാക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടാവണം, നിങ്ങൾ കൂടെ നിൽക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഇവർ അത്രയും ഈ ടീച്ചർ ഇവിടെ വരുന്ന സമയത്ത് ഇവർ താമസിച്ചിരുന്ന ഷെഡ് ഇതല്ല, അത് വേറെ ഷെഡായിരുന്നു. 6 ആളാണ് ആ ഷെഡിൻ്റെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയാണ് ഈ ടീച്ചർ ഇവരെല്ലാവരും കൂടി ഇടപെട്ടായിട്ട് ഒരു വീടുണ്ടാക്കാൻ തീരുമാനിക്കുകയും വീടുണ്ടാക്കുകയും ചെയ്തത്. ഇപ്പോൾ അവരപ്പുറത്ത് ആ ഷെഡിലാണ് താമസം, കുക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. പക്ഷേ മഴ പെയ്യുന്നതുകൊണ്ട് രാത്രി ചിലപ്പം ഇവിടെ കയറി കിടക്കും, കാരണം അവിടെ കിടക്കാൻ പറ്റില്ല. അതേപോലെ വന്യമൃഗം, നായ്കളൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അവസ്ഥ. അപ്പം ഇതിന് മുന്നത്തെ നായി കടിക്കുക എന്തൊക്കെയോ ചെയ്താകെ പ്രശ്നമൊക്കെ ആയിന്. അതൊരു മനുഷ്യന്മാർ നമ്മളൊക്കെ നല്ല നല്ല റൂമുകളിൽ ഉറങ്ങുമ്പോൾ നമ്മളെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന ചില കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം ഏതായാലും അൽഹംദുലില്ലാഹ് ഇവരുടെയൊക്കെ ഇവരുടെ പ്രയത്നം കൊണ്ട് ഇത്രയൊക്കെ ആയി. ഇനി ബാക്കിയുള്ള സംഗതി കൂടി മുന്നോട്ട് പോകാൻ ഏതെങ്കിലും കമ്പനികൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ വീട് പണി തീർക്കണം എന്നുള്ളത് 2 ഫണ്ടിങ് ഒന്നും നടത്തലൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ളൊരു ഇപ്പം പല രക്ഷിതാക്കളെ അവസ്ഥ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും തരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിനു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ തുണീസ്, ഈ കൂരക്കുള്ളിൽ നിന്ന് ആ കുട്ടികളെ നമുക്ക് ആ ഒരു വീട്ടിലേക്ക് മാറ്റണം. നമ്മളുടെ കുട്ടികളുടെ കൂടെ സ്കൂളുകളിൽ ഓടിക്കളിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളും. അപ്പം നിങ്ങൾക്ക് ഈ മേൽ പറഞ്ഞ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും ഈ ജന്തുക്കളെയും മഴയെയും പേടിച്ച് അന്തി ഉറങ്ങുന്ന ഈ കുട്ടികളുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ടാറ്റാ ബൈ. അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.